സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദുകാരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന തൗഹീദിൻ്റെ കൃത്യമായ നിർദ്ദേശം നൽകിയപ്പോൾ ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ, പരസ്പരം വഴക്കടിക്കുന്ന തർക്കിക്കുന്ന രണ്ട് ടീമുകളായി അവർ മാറി. രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരൊക്കെയാണ്? ഒന്ന് മുഅ്മിനീങ്ങളും മറ്റൊന്ന് കാഫിറുകളും. സാലിഹ് നബിയിൽ വിശ്വസിച്ച തൗഹീദിൻ്റെ ആളുകൾ, എതിരാളികളായ ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ആളുകൾ. അങ്ങനെ ആ ഗോത്രത്തിൽ സാലിഹ് നബി അലൈഹിസ്സലാം എല്ലാ അർത്ഥത്തിലും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ധാരാളമായി നൽകി. അപ്പോഴൊക്കെ അവർ പരിഹാസങ്ങൾ മാത്രമാണ് തിരിച്ചു നൽകിയത്. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ടയാളായിരുന്നുവല്ലോ, യാ സാലിഹു ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നീ ഇതൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു, ഇപ്പം നീ എന്തേ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് അവർ സാലിഹ് നബി അലൈഹിസ്സലാമിനെ എതിർക്കുവാനും പരിഹസിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമൊക്കെയാണ് തയ്യാറായത്. മാത്രമല്ല, എത്രയോ തവണ അവരുടേതായ തിന്മകൾക്കെതിരെ മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളും ശബ്ദിച്ചപ്പോഴൊക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അതികഠിനമായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നും കൂട്ടത്തിൽ ആ പ്രവാചകന് അവരെ താക്കീത് ചെയ്യേണ്ടി വന്നു. അതൊന്നും അവരുടെ മനസ്സുകളെ ഒരു നിലക്കും സ്വാധീനിച്ചില്ല എന്നുള്ളതാണ് അവരുടെ മറുപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവരുടെ മറുപടിയാണ് നമ്മൾ ഇന്ന് കേൾപ്പിച്ച ആയത്തുകളുടെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ, അവർ രണ്ട് കൂട്ടം ആളുകളായി പരസ്പരം തർക്കിക്കുന്ന ആളുകളായി എന്ന് മാത്രമല്ല, ഖാല, മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലിമ, എന്തിനാണ്, തസ്തഅ്ജിലൂന, നിങ്ങൾ തിരക്ക് കൂട്ടുന്നത്, നിങ്ങൾ ധൃതി കൂട്ടുന്നത്. ഇസ്തഅ്ജല, ധൃതി കാണിച്ചു, തിരക്ക് കൂട്ടി എന്നൊക്കെയാണ് അർത്ഥം. ഇസ്തഅ്ജല, യസ്തഅ്ജിലു, തസ്തഅ്ജിലൂന, നിങ്ങൾ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്. ലിമ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്, എന്തിനാണ്. തസ്തഅ്ജിലൂന, നിങ്ങൾ തിരക്ക് കാണിക്കുന്നത്, തിരക്ക് കൂട്ടുന്നത്. ഏത് കാര്യത്തിന് വേണ്ടി? ബിസ്സയ്യിഅതി, തിന്മക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത്. തിന്മക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്. സയ്യിഅത്ത് കേട്ട് പരിചയമുള്ളതാണ്. സയ്യിഅത്ത് അതിൻ്റെ ബഹുവചനമാണ് സയ്യിആത്ത്, തിന്മ. ഹസനത്തിൻ്റെ നേരെ ളിദ് അഥവാ ഓപ്പോസിറ്റാണ് സയ്യിഅത്ത്. ഹസനാത്ത്, സയ്യിആത്ത് എന്നൊക്കെ നമുക്ക് സുപരിചിതമായ കെലിമകളാണ്, പദങ്ങളാണ്. ലിമ തസ്തഅ്ജിലൂന, നിങ്ങൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത്. ബിസ്സയ്യിഅതി, തിന്മ കൊണ്ട് ധൃതി കൂട്ടുന്നത്, തിന്മക്ക് വേണ്ടി ധൃതി കൂട്ടുന്നത്. ഖബ്ലൽ ഹസന, നന്മക്ക് മുമ്പ്, നന്മ തേടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്തിനാണ് തിന്മക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ ക്ലിയർ ആകും. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടെ ജനങ്ങളെ. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടെ, ഇസ്തിഗ്ഫാർ തേടിക്കൂടെ. എന്നാൽ എന്താ ഉണ്ടാവുക, എന്താ നിങ്ങൾക്ക് മെച്ചം? നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ എന്താ മെച്ചം? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കപ്പെട്ടേക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ
അതിന് ആവശ്യമായ ഇസ്തിഗ്ഫാർ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ ജനങ്ങളെ? ഇതാണ് പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിഷേധ രൂപത്തിലുള്ള പ്രതികരണങ്ങളുമൊക്കെ സമൂദുകാരുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായപ്പോൾ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം വളരെ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ തൻ്റെ ജനതയോട് ചോദിച്ചതാണിത്. ഖാല